ഉയർന്നാലും കൃപമതിയെന്നാളും. പിതാവായ ദൈവത്തിൽ നിന്നും പുത്രനും വീണ്ടെടുപ്പുകാരനുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 23-ാം അധ്യായത്തിൻ്റെ 20 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 23-ാം അധ്യായം അതിൻ്റെ 20 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. തൻ്റെ ഹൃദയത്തിലെ ഉദ്ദേശങ്ങളെ നടത്തി തീരുവോളം യഹോവയുടെ കോപം മാറുകയില്ല. ഭാവി കാലത്ത് നിങ്ങൾ അതിനെ പൂർണ്ണമായി ഗ്രഹിക്കും. ഞാൻ ഈ പ്രവാചകന്മാരെ അയക്കാതിരുന്നിട്ടും അവർ ഓടി, ഞാൻ അവരോട് അരുളി ചെയ്യാതിരുന്നിട്ടും അവർ പ്രവചിച്ചു. അവരെൻ്റെ ആലോചന സഭയിൽ നിന്നിരുന്നുവെങ്കിൽ എൻ്റെ വചനങ്ങളെ എൻ്റെ ജനത്തെ കേൾപ്പിച്ച് അവരെ അവരുടെ ആകാത്ത വഴിയിൽ നിന്നും അവരെ പ്രവൃത്തികളുടെ ദോഷത്തിൽ നിന്നും തിരിക്കുമായിരുന്നു. ഞാൻ സമീപസ്ഥനായ ദൈവം മാത്രമാകുന്നുവോ, ദൂരസ്ഥനായ ദൈവമല്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ സമീപസ്ഥനായ ദൈവം മാത്രമാകുന്നുവോ, ദൂരസ്ഥനായ ദൈവവുമല്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ നല്ല ദൈവമേ, ഈ വിലയേറിയ നല്ല ഒരു പ്രഭാതം ഞങ്ങൾക്ക് സന്തോഷിക്കുവാൻ ഇടതന്നു. എത്രയോ പേർ ഈ ലോകത്ത് വേദനകൾ അനുഭവിക്കുമ്പോൾ ഞങ്ങൾക്ക് ഏതെല്ലാം സമയങ്ങളിൽ ദൈവത്തെ ആരാധിക്കാൻ അവസരം കിട്ടുമോ ആ സമയങ്ങളിലൊക്കെ ദൈവത്തെ ആരാധിക്കാൻ ഞങ്ങൾക്ക് ശക്തിയും ബലവും ദൈവകൃപയും നൽകണമേ. ദൈവവചനത്തെക്കുറിച്ചുള്ള എരിവും വാഞ്ചയും ഞങ്ങൾക്ക് നൽകണമേ. എത്രമാത്രം ദൈവത്തിൻ്റെ വചനം പഠിക്കുന്നുവോ അതിൻ്റെ നന്മ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. അതാണ് ഈ വേദഭാഗത്ത് ഞങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്. പരിശുദ്ധനായ ദൈവത്തിൻ്റെ സ്നേഹവും കരുതലും എല്ലാ കാലത്തും കൂടെ ഇരിക്കണം. യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങൾ ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം നല്ല പിതാവേ. ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു മനോഹര പ്രഭാതത്തിലാണല്ലോ നാം എല്ലാവരും കടന്ന് വന്നിരിക്കുന്നു. ഇവിടെ ഈ അധ്യായം പഠിക്കുമ്പോൾ നീതിയുള്ള ഒരു രാജാവിൻ്റെ പ്രവചനമായിട്ടാണ് ഈ പ്രവാചക പുസ്തകത്തിൽ നൽകിയിരിക്കുന്നത്. ദൈവം എത്ര വലിയവനാണ് എന്നും ദൈവത്തിൽ നിന്ന് കിട്ടുന്ന അനുഗ്രഹം എത്ര വലുതാണെന്നും ദൈവവചനത്തിലൂടെയാണ് മനുഷ്യർക്ക് നൽകുന്നത്. അതുകൊണ്ട് പലപ്പോഴും മനുഷ്യരോട് പറയുന്നത്, നിങ്ങൾ ദൈവവചനം കേൾക്കണം. ദൈവവചനം കേട്ടിട്ടാണ് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാനായിട്ട്. ഒരു കാല് മുമ്പോട്ട് വെക്കുന്നതിന് മുമ്പായിട്ട് ദൈവത്തിൻ്റെ ആലോചനയ്ക്കായി നമ്മൾ മുഴങ്കാൽ മടക്കണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ പ്രാർത്ഥനകൾക്ക് ദൈവം ഉത്തരം നൽകുന്നത് എന്ന് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഈ അധ്യായം പഠിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നു, യഹോവ നമ്മുടെ നീതിമാനാണ് എന്ന് പറഞ്ഞാൽ നീതി നടത്തിക്കുന്ന ഒരു ദൈവമാണ്. നമ്മൾ ചിന്തിക്കും ദൈവം ഇവിടെയില്ല, ദൈവത്തെക്കുറിച്ച് മനസ്സിലാകുന്നില്ല, ദൈവം എന്നെക്കുറിച്ച് അറിയുന്നില്ല, ഞാൻ കഷ്ടവും സങ്കടവും വേദനയൊക്കെ അനുഭവിക്കുന്നു എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും ബൈബിൾ പറയുന്നു, ഞാൻ ദൂരസ്ഥൻ മാത്രമല്ല സമീപസ്ഥൻ കൂടെയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്രമാത്രം ദൈവത്തിൻ്റെ അടുത്ത് വരുമോ ആ ദൈവം നിങ്ങൾക്ക് നല്ല നല്ല ആലോചനകൾ പറഞ്ഞു തരും. അതിൻ്റെ ഇടയിൽ നമ്മൾ നശിച്ചു പോകാനായിട്ട് പാടില്ല. ഇനി ഈ ദൈവത്തെക്കുറിച്ച് ഈ അധ്യായം പറയുമ്പോൾ ദൈവം ആകാശവും ഭൂമിയും
നിറഞ്ഞിരിക്കുന്ന ദൈവം എന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് മാത്രം കൊണ്ടുവച്ചിരിക്കുന്ന ദൈവമല്ല. ദൈവമേ, നീ ഇവിടെ ഇരുന്നോളണം, നിന്നെ ഞാൻ പൂട്ടി സൂക്ഷിക്കും, എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ഞാൻ വന്ന് നിന്നെ കണ്ടുകൊള്ളാം എന്നുള്ള ചിന്തയിലല്ല. ഈ ദൈവം പറയുന്നത്, ദൈവം ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നവരാണ്. കാരണം പൂർണ്ണമായി സൃഷ്ടാവാണ്, അവൻ രക്ഷകനാണ്. ഇതുപോലൊരു രക്ഷകൻ ഈ ഭൂമിയിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് പറയുന്നു, ഭൂമിയുടെ ഏത് ഭാഗത്തും ദൈവത്തിൻ്റെ കടാക്ഷമുണ്ടാകും, ദൈവത്തിൻ്റെ മഹത്വവും തൻ്റെ മക്കളുടെ ജീവിതത്തിൽ വരും എന്ന് അവിടെ ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമതായിട്ട് പറഞ്ഞത് നീതിമാനാണ്. പിന്നീട് പറഞ്ഞു, ഈ ദൈവം ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നവനാണ്. അപ്പം നമ്മൾ എവിടെ പാർക്കുമ്പോഴും ദൈവം കാണുന്നു. നമ്മൾ ഭൂമിയുടെ അറ്റത്ത് എന്ന് പാർക്കുമ്പോൾ ദൈവം അവിടെ കാണുന്നു. ഇനി സമുദ്രത്തിൻ്റെ അടിയിൽ ചെന്ന് പാർത്താൽ അവിടെയും ദൈവത്തിൻ്റെ സാന്നിധ്യം വരും എന്നാണ്. പിന്നീട് പറഞ്ഞിരിക്കുന്നു, പ്രവാചകന്മാരുടെ വ്യാജ ദർശനങ്ങൾ പലപ്പോഴും ഉണ്ടാകും. കാരണം തെറ്റിന് തെറ്റെന്ന് പറയാൻ മനുഷ്യർക്ക് പലപ്പോഴും പ്രയാസമാണ്. അതുകൊണ്ട് ബൈബിൾ പറയുന്നു, പ്രവാചകൻ പറയുന്നു, അങ്ങനെയുള്ള അടിസ്ഥാന പ്രശ്നങ്ങളെ വെള്ള പൂശി മൂടിക്കളയരുതെന്നാണ്. അടിസ്ഥാന പ്രശ്നം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെ ആരാധിക്കുക, ദൈവവചനം പഠിക്കുക, ദൈവവചനത്തിനനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യൻ്റെ അടിസ്ഥാന പ്രശ്നം. ഈ അടിസ്ഥാന പ്രശ്നത്തെ കുഴപ്പമില്ല, സാരമില്ല, അച്ഛൻ എങ്ങനെ, അല്ലെങ്കിൽ ഒരു പുരോഹിതൻ അത് പറഞ്ഞില്ല എങ്കിൽ പുരോഹിതനും അത് വെള്ള പൂശുന്നതാണ്. അതുകൊണ്ട് പച്ചയായ അനുഭവത്തിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. അതുകൊണ്ട് പാപം മനുഷ്യജീവിതത്തെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് അകറ്റി ദൂരേക്ക് കൊണ്ടുപോകുന്നു. അവൻ നിരാശയിലേക്കായി തീരുന്നു. അവൻ്റെ ജീവിതം സങ്കടകരമായി തീരും. അവൻ്റെ ജീവിതം വേദനിക്കുന്ന ഒരവസ്ഥയിലായി തീരും. അങ്ങനെ പോകാതിരിക്കുവാൻ ദൈവത്തിൻ്റെ വചനം മനുഷ്യൻ്റെ ജീവിതത്തിന് ആവശ്യമാണ്. ഈ ഭൂമിയിലെ ജീവിത ശ്വാസം തീരുന്നതുവരെയും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുമ്പിൽ പഠിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഒരുങ്ങുവാനും നമ്മൾ പ്രാപ്തിയുള്ളവനായി തീരണം. അതുകൊണ്ട് അടിസ്ഥാന പ്രശ്നങ്ങളെ വെള്ളപൂശി മൂടിക്കളയരുത്. കുഴപ്പമില്ല, സാരമില്ല, ഇങ്ങനെ മതി എന്നൊന്നും ചിന്തിക്കുവാനായിട്ട് പാടില്ല. നമ്മളെ ബുദ്ധിക്ക് ഒതുങ്ങുന്ന ദൈവമല്ല നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതാണ് മനുഷ്യൻ ചിന്തിക്കേണ്ടത്. നമ്മുടെ ചിന്തയ്ക്കനുസരിച്ചുള്ള ഒരു ദൈവമല്ല. അതുകൊണ്ട് പറയുന്നത്, ഈ ദൈവത്തിൻ്റെ വചനം സമ്പൂർണമായ ഒരു യഥാസ്ഥാനമാണ്. എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്തുവാൻ ഈ വചനത്തിന് കഴിയുന്നു. ഏതാണ് ഇവിടെ ഇരമ്യാവ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഈ വചനം രണ്ട് തരത്തിൽ ചിന്തിപ്പിക്കുന്ന. ഒന്ന്, വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റികയുമാണെന്നാണ്. എന്ന് പറഞ്ഞാൽ വചനം തീയാണ്. ഈ തീ എന്ന് പറയുന്നത് വളരെ സുഖകരമായ ഒരു ജീവിതം അനുഭവമല്ല. എന്നാൽ ബൈബിൾ പഠിക്കുമ്പോൾ തീയിൽ കൂടി കടന്നുപോയ യൗവനക്കാരുണ്ട്. കാരണം അത് രാജാവിൻ്റെ കൽപ്പനയനുസരിച്ച് അല്ലേ, തീ ചൂളയിൽ വീണപ്പോൾ ആ തീയുടെ അല്പം പോലും ചൂടേൽക്കാതെ അവൻ തിരിച്ച് വരുന്നത് കാണുവാൻ സാധിക്കും. അതുപോലെ തീ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വചനം തീയാണ്. ഇത് മനുഷ്യന് രൂപാന്തരം ഉണ്ടാകണം, മാനസാന്തരം ഉണ്ടാകണം എന്നാണ് ബൈബിൾ പറയുന്നത്. അതുകൊണ്ട് വചനം തീയാണ്, പാറയെ തകർക്കുന്ന ചുറ്റികയാണ്. എന്ന് പറഞ്ഞാൽ ദൈവവചനം കൊണ്ട് മനുഷ്യ ജീവിതത്തിൻ്റെ ഹൃദയത്തിൻ്റെ കാഠിന്യങ്ങളെ, ഹൃദയത്തിൻ്റെ കടുപ്പുകളെ പൊട്ടിക്കുവാൻ പറ്റിയതായ ചുറ്റികയാണ് ദൈവവചനം എന്നാണ്. അത് നമ്മൾ സാധാരണ പാറപ്പുറത്തടിക്കും പോലെയൊന്നും ആയിരിക്കത്തില്ല. ചുറ്റിക എന്ന് പറഞ്ഞാൽ യഥാർത്ഥമായി മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ കാഠിന്യത്തെ പൊട്ടിക്കുവാൻ കഴിവുള്ള ഒരു ചുറ്റിക തന്നെയാണ് ദൈവവചനം. അതുകൊണ്ടൊരു സഭാപുരോഹിതൻ ഈ പ്രവാചകന്റെ വാക്കുകളെ, അടിസ്ഥാന പ്രശ്നങ്ങളെ വെള്ളപൂശി മാറ്റിവെക്കുവാനായിട്ട് പാടില്ല. ആ കുഴപ്പമില്ല, സാരമില്ല എന്ന് പറയുവാൻ പാടില്ല. കാരണം ദൈവം ചോദിക്കും, നാളെ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ഇതായിരുന്നു. നിന്നെ പലപ്പോഴും ദൈവവചനത്തിലൂടെ
വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റികയുമാണെന്ന് അവരെ ബോധ്യപ്പെടുത്തിയില്ല എങ്കിൽ ശിക്ഷ എനിക്കാണ് എന്നുള്ളതാണ്. ഇനി ഈ അനുഭവത്തിൽ നിൽക്കുമ്പോൾ ബൈബിൾ പറയുന്നത് കളിമണ്ണിനെ കടുപ്പമുള്ളതാക്കുമ്പോൾ, ചൂടാക്കുമ്പോൾ കളിമണ്ണിനെ വളരെ കടുപ്പമുള്ളതാക്കും. പക്ഷേ സ്വർണത്തെ അതെന്ത് ചെയ്യും? അല്ലെങ്കിൽ കളിമണ്ണിനെ കടുപ്പമുള്ളതാക്കുമ്പോൾ മെഴുകിനെ ഉരുക്കുകയാണ് തീ ചെയ്യുന്നത്. അപ്പോൾ മെഴുക് ഉരുകുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ കടുപ്പമേറിയ അനുഭവങ്ങളെ അതിനെ ഉരുക്കുവാൻ ദൈവവചനത്തിന് സാധിക്കും. ഒരു ഭാഗത്ത് കടുപ്പം കൂടുമ്പോൾ അത് പ്രയാസം നേരിടുന്നു, മറുഭാഗത്ത് ഒരു മെഴുക് കത്തി തീരുമ്പോൾ അത് ഏറ്റവും അനുഗ്രഹവും സന്തോഷവും പകരുന്ന ഒരു അനുഭവം അവിടെ കാണുവാനായിട്ട് സാധിക്കും. പിന്നീട് പറഞ്ഞിരിക്കുന്നത് കളിമണ്ണ് കടുപ്പമുള്ളതാകുമ്പോൾ മെഴുകിനെ ഉരുക്കുന്നു, പതിരിനെ ചാമ്പലാക്കുമ്പോൾ സ്വർണത്തെ ശുദ്ധീകരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഏത് കൂട്ടത്തിലാണ്? പതിരിനോടുകൂടെയാണെങ്കിൽ അത് നമ്മളെ ചാമ്പലാക്കി കളയും. നിങ്ങൾ സ്വർണത്തെ പോലെ യേശുക്രിസ്തുവിൽക്കുള്ള വിശ്വാസം നിങ്ങളെ മുറുകെ പിടിക്കുന്നെങ്കിൽ അവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങളെ ശുദ്ധീകരിക്കുന്ന ഒരു അനുഭവമാണ് എന്നാണ്. അപ്പോൾ ദൈവവചനം, നീതിയുള്ള രാജാവിൻ്റെ പ്രവചനം എന്ന് പറയുന്നത് ഒരു മനുഷ്യ ജീവിതത്തെ ശുദ്ധീകരിക്കുവാൻ, ചില ജീവിതത്തെ ചാമ്പലാക്കുന്നതും കാണുവാനായിട്ട് സാധിക്കും. അപ്പം മനുഷ്യ ജീവിതം എപ്പോഴും ദൈവവചനത്തിൻ്റെ മുമ്പിലായിരിക്കണം. അത് നിസ്സാരമായിട്ട് ആരാധന സ്ഥലത്തെ കാണാൻ പാടില്ല. ദൈവവചനത്തെ നിസ്സാരമായിട്ട് കാണുവാനായിട്ട് പാടില്ല. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞു, നിങ്ങൾ ഈ വചനത്തെ അല്ലെങ്കിൽ അടിസ്ഥാന പ്രശ്നങ്ങളെ വെള്ളപൂശി മൂടി വയ്ക്കരുത് എന്നാണ്. അപ്പോൾ പലപ്പോഴും പല സ്ഥലങ്ങളിലും പല സാഹചര്യങ്ങളിൽ കുഴപ്പമില്ല, നമുക്കിങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളിലൂടെ ജീവിച്ചാൽ മതി എന്നൊക്കെ ചിന്തിപ്പിക്കുന്നെങ്കിൽ മറുഭാഗത്ത് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം ഒരു വാക്യം നമ്മളെ വളരെ ഹൃദയംഗമായി ചിന്തിപ്പിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അവിടെ വളരെ ഏറ്റവും ശ്രേഷ്ഠമായ രീതിയിൽ യെശയ്യാ പ്രവാചകൻ അവിടെ വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. എന്താണെന്ന് നോക്കാം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം ചില വാക്യങ്ങളെ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തട്ടെ. അവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. 1-ന്റെ 2-ാമത്തെ വാക്യം പറയുന്നത്, ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക, യഹോവ അരുളി ചെയ്യുന്നു, ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരോ എന്നോട് മത്സരിച്ചിരിക്കുന്നു എന്നാണ്. അപ്പോൾ മത്സരികളായ മക്കളാണ്. അപ്പോൾ എല്ലാത്തിലും മത്സരമാണ്. ദൈവത്തെ മത്സരിക്കുകയാണ്. ദൈവത്തിൻ്റെ ആലോചന ഇല്ലാതെ ഒരു കാര്യം ഈ ഭൂമിയിൽ ചെയ്യുവാൻ കഴിയില്ല. പക്ഷെ മനുഷ്യനാണ് മൽപിടുത്തവും മത്സരവും കൂടുന്നത്. പക്ഷേ ബൈബിൾ പറയുന്നു, ഞാൻ മക്കളെ പോറ്റിയാണ് വളർത്തിയത്, നന്നായിട്ടാണ് പരിപാലിച്ചത്, പക്ഷേ അവരെന്നോട് മത്സരിച്ചിരിക്കുന്നു എന്നാണ്. കാള തൻ്റെ ഉടയവനെയും കഴുത തൻ്റെ യജമാനൻ്റെ പുൽത്തൊട്ടിയെയും അറിയുന്നു, ഇസ്രായേലോ അറിയുന്നില്ല, എൻ്റെ ജനം ഗ്രഹിക്കുന്നില്ല എന്നാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ ഇന്ന് മനുഷ്യർക്ക് സമയമില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതൊന്നും വേണ്ട, ഞങ്ങളുടേതായ കഴിവിനനുസരിച്ച് ജീവിച്ചു കൊള്ളാം എന്നാണ്. പക്ഷെ നമ്മുടെ സ്വന്തം കഴിവ് കൊണ്ട് ഒരിക്കലും നമ്മുടെ പാപത്തെ, ഈ ശാപത്തെ മാറ്റിയെടുക്കുവാൻ ഒരിക്കലും കഴിയയില്ല. അതുകൊണ്ട് അയ്യോ പാപമുള്ള ജാതി, അകൃത്യഭാരം ചുമക്കുന്ന ജനം, ദുഷ്പ്രവർത്തിക്കാരുടെ സന്തതി, വഷളായി നടക്കുന്ന മക്കൾ, അവർ യഹോവയെ ഉപേക്ഷിച്ച് ഇസ്രായേലിൻ്റെ പരിശുദ്ധനെ നിരസിച്ച് പുറകോട്ട് മാറിക്കളഞ്ഞിരിക്കുന്നു എന്നാണ്. അപ്പോൾ ഇസ്രായേലിൻ്റെ പരിശുദ്ധനായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ, ദൈവത്തെ നിരസിച്ച് കളയുന്ന, പുറകോട്ട് മാറിയിരിക്കുന്ന മനുഷ്യനോട് പറയുന്നു, ഇനി നിങ്ങളെ അടിച്ചിട്ടുണ്ട്, നിങ്ങൾ അധികം പിന്മാറുകയുള്ളൂ. തല മുഴുവനും ദീനവും ഹൃദയം മുഴുവനും രോഗവും പിടിച്ചിരിക്കുന്നു. അടി തൊട്ട് മുടി വരെ ഒരു സുഖവുമില്ല. മുറിവും ചതവും പഴുത്ത വ്രണവും മാത്രമേ ഉള്ളൂ. അവയെ ഞെക്കി കഴുകിയിട്ടില്ല, വച്ച് കെട്ടിയിട്ടില്ല, എണ്ണ പുരട്ടി ശമിപ്പിച്ചിട്ടുമില്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ പാപത്താലുള്ള ജീവിത അനുഭവത്തിൽ നിന്ന് തിരിച്ചു വരുവാൻ ദൈവം നമ്മളെ ആഹ്വാനം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ദൈവവചനം വളരെ ശ്രദ്ധിക്കണം, ദൈവജനത്തെക്കുറിച്ച് മനസ്സിലാക്കണം.
എത്ര തന്നെ ദൈവവചനം കേട്ടാലും മടുക്കാത്ത ഒരു വിശ്വാസിയായി തീരണം. കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നുപോയ പ്രിയപ്പെട്ടവര് ദിവസങ്ങളോളം ദൈവവചനം കേൾക്കുവാനായിട്ട് ഇരിക്കുകയാണ്. അവർ വിശപ്പറിയാതെ പോയി, അല്ലേ? ഭക്ഷണത്തിൻ്റെയോ മറ്റൊന്നും ചിന്തിക്കുന്നില്ല. ദൈവവചനം കേൾക്കണം, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുമ്പിൽ ഇരിക്കണം. അങ്ങനെ പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ കടുപ്പമേറിയ ഭാരമേറിയ അകൃത്യങ്ങൾ, അതുപോലെ വച്ച് കെട്ടാത്ത അല്ലെങ്കിൽ മുറിവുകളായിരിക്കുന്ന അനുഭവങ്ങളെ മാറ്റുവാനായിട്ട് ദൈവത്തിൻ്റെ വചനത്തിന് സാധിക്കുമെന്നാണ്. അങ്ങനെ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ആ കൈ കഴുകാത്ത നിങ്ങളുടെ ദേശം ശൂന്യമായി, നിങ്ങളുടെ പട്ടണങ്ങൾ തീക്കിരയായി നിങ്ങൾ കാണുക, അന്യജാതിക്കാർ നിങ്ങളുടെ നാട് തിന്നുകളഞ്ഞു എന്നാണ്. അപ്പൊ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത, ദൈവവചനത്തെ ഉൾക്കൊള്ളാത്ത മനുഷ്യനോട് പറയുന്നു, ആ ദേശത്തെ നശിക്കുന്ന തരത്തിൽ മനുഷ്യനാക്കി കളഞ്ഞു. മനുഷ്യന്റെ ദുഷ്ടത നിമിത്തമാകാം, മനുഷ്യന്റെ പാപം നിമിത്തമാകാം, അല്ലെങ്കിൽ മനുഷ്യനായിരിക്കുന്ന അവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ അനർത്ഥങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അതാണ് വിശുദ്ധ വേദപുസ്തകം പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കാര്യം ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ വിശ്വസ്തയോടുകൂടെ ദൈവത്തെ ആരാധിക്കണം എന്നാണ്. ഇനി യെശയ്യാ പ്രവാചകന്റെ പുസ്തകം തന്നെ 1-ാം അധ്യായം 13 മുതൽ ചില വാക്യങ്ങൾ വായിക്കുമ്പോൾ പറയും, ഇനി നിങ്ങൾ വ്യർത്ഥമായുള്ള കാഴ്ച കൊണ്ടുവരരുത്, ധൂപം എനിക്ക് വെറുപ്പാകുന്നു, അമാവാസിയും ശബത്തും സഭായോഗം കൂടുന്നതും നീതികേടും ഉത്സവയോഗവും എനിക്ക് സഹിച്ചുകൂടാ. അല്ലേ? ഉത്സവങ്ങൾക്ക് വേണ്ടി ഉള്ള ആ യോഗങ്ങൾ പലപ്പോഴും മനുഷ്യജീവിതത്തെ തകർത്ത് കളയും. അത് ദൈവം കണ്ടിട്ട് പറയാണ്, എനിക്ക് സഹിച്ചുകൂടാ, എൻ്റെ ജനം നശിക്കുകയാണ്, ദൈവത്തിൽ നിന്ന് മാറിപ്പോയിരിക്കുന്നു, അവൻ്റെ ജീവിതത്തിൽ അകൃത്യഭാഗം വഹിക്കുന്ന ഒരു വ്യക്തിയായി തീരുകയാണ് എന്ന് ബൈബിൾ പറയുകയാണ്. 14-ാമത്തെ വാക്യം പറയുന്നു, നിങ്ങളുടെ അമാവാസികളെയും ഉത്സവങ്ങളെയും ഞാൻ വെറുക്കുന്നു, അവ എനിക്ക് അസഹ്യം, ഞാനവ സഹിച്ച് മുഷിച്ചിരിക്കുന്നു എന്നാണ്. അപ്പോൾ ഒരു മനുഷ്യനോട് ദൈവം മുഷിഞ്ഞാൽ തീർച്ചയായും നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചിട്ടെന്താണ്? നമുക്കും നമ്മുടെ തലമുറകൾക്കും അനുഗ്രഹമുണ്ടാകണമെങ്കിൽ ഈ ഭൂമിയിലെ ജീവിതത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ വചനത്തിൻ്റെ മുമ്പിൽ നാം അടിസ്ഥാന പ്രശ്നങ്ങളെ വെള്ളപൂശി മൂടിക്കളയാതെ, ദൈവം നമ്മുടെ നീതിമാനാണ്, അവൻ ദൈവം ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നവനാണ്, അതുകൊണ്ട് ഈ ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ. ഈ ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ഒരു ദൈവ പൈതലൻ്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടും, അവരെ കുടുംബം അനുഗ്രഹിക്കപ്പെടും, അവർ പാർക്കുന്ന ദേശം അനുഗ്രഹിക്കപ്പെടും എന്നുള്ളത് വ്യക്തമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ പ്രത്യാശ എന്ന് പറയുന്നത് പഴയ നിയമ കാലഘട്ടങ്ങളിൽ നിന്ന് പുതിയ നിയമത്തിലേക്ക് വിശ്വാസ ജീവിതത്തെ കൊണ്ടുവന്നിരിക്കുന്ന ഒരു മനുഷ്യ ജീവിതത്തെ യേശു ക്രിസ്തു നമ്മളെ അവൻ്റെ പാദപീഠത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്നിരിക്കുകയാണ്. അതുകൊണ്ട് ആരാധന സ്ഥലം ഭയങ്കരമായി അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്ഥലമാണ്. അതുകൊണ്ട് പലപ്പോഴും ഞാൻ പ്രസംഗിക്കുമ്പോൾ പറയുന്നത്, ആരാധനയിൽ പറയുന്നത്, നിങ്ങൾ ആരാധനയിൽ നിർബന്ധമായി പങ്കെടുക്കണം. ആ സമയങ്ങളിൽ നിങ്ങൾ ഭവനങ്ങളിൽ ഇരിക്കരുത്, ദൈവത്തെ ആരാധിക്കേണ്ട സമയമാണ്. പഴയ നിയമ കാലഘട്ടത്തിൽ മോശയുടെ നിയമമനുസരിച്ചും അന്നത്തെ സിനായി മലയിൽ നിന്നുകൊണ്ട് പറയുന്നത്, ഒരു മൃഗം പോലും ആ പർവ്വത്തിൽ തൊടാൻ പാടില്ല, കരിഞ്ഞു പോകും, അത്രയും തീഷ്ണതയാണ്. നമ്മൾ ആ തീഷ്ണതയുള്ള ദൈവത്തിൻ്റെ മുമ്പിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ദൈവവചനം ശക്തമാണ്, ശക്തിയുള്ളതാണ്, നമ്മുടെ ജീവിതത്തെ ശോധന ചെയ്യുന്നതാണ്, കല്ലായ ഹൃദയങ്ങളെ പൊട്ടിക്കുന്നതാണ്, അല്ലെങ്കിൽ ഹൃദയത്തെ മെഴുകുപോലെ ഉരുക്കുന്ന ഒരു അനുഭവം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് മനുഷ്യനോട് പറയുന്നു, എനിക്ക് ഈ ഉത്സവങ്ങളെ ഞാൻ വെറുക്കുന്നു എന്നാണ്. അപ്പോൾ ക്രിസ്തീയ വിശ്വാസി പ്രത്യേകിച്ച് ഇണയില്ല പിണ കൂടരുത്. അവന് ഇരുളും വെളിച്ചവും തമ്മിൽ എന്താണ് ബന്ധം? ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നീ ഇരുളടഞ്ഞ വഴികളിലേക്ക് നീ പോകരുത്. നിനക്കത് തമ്മിൽ ഒരു ബന്ധവുമില്ല. നീ വിളിച്ചു വേർതിരിക്കപ്പെട്ട, നിന്നെ ഏറ്റവും ശ്രേഷ്ഠമായി കരുതുന്ന
ഒരു ദൈവമുണ്ട് എന്നാണ് ബൈബിൾ പറയുന്നത്. 16 വാക്യം പറയുന്നു, നിങ്ങളെ കഴുകി വെടിപ്പാക്കുവേൻ, നിങ്ങളുടെ പ്രവർത്തികളുടെ ദോഷത്തെ എൻ്റെ കൺമുമ്പിൽ നിന്ന് നീക്കിക്കളവീൻ, തിന്മ ചെയ്യുന്നത് മതിയാക്കുവേൻ, നന്മ ചെയ്യുവാൻ പഠിപ്പീൻ എന്നാണ്. അപ്പൊ തിന്മ ചെയ്യുന്നത് മതിയാക്കുവേൻ, അത് മതിയാക്കിയിട്ട് നന്മയിലേക്ക് എനിക്ക് നന്മയായിട്ട് ചെയ്യുവാൻ എൻ്റെ ജീവിതത്തിൽ എന്ത് ചെയ്യുവാനായിട്ട് സാധിക്കും? നന്മയോടുകൂടെ സംസാരിപ്പാൻ എനിക്ക് കഴിയണം. മനുഷ്യൻ്റെ പഠനവും ശൈലികളും ഒക്കെ വ്യത്യസ്തമാണ്. പക്ഷേ നമ്മൾ സംസാരിക്കുമ്പോൾ വളരെ നല്ല മനസ്സോടെ, ഹൃദയം തുറഞ്ഞ അനുഭവത്തോടുകൂടെ, പകയും വിദ്വേഷമൊക്കെ മാറ്റിവെച്ചിട്ട് നല്ല മനസ്സോടെ സംസാരിക്കുവാൻ നമുക്ക് കഴിയണം. നാം വാ തുറന്ന് ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നല്ല പ്രവർത്തനം മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും ശ്രേഷ്ഠവും അനുഗ്രഹവുമായി തീരും എന്നുള്ളത് നമുക്ക് കാണുവാനായി സാധിക്കും. അതുകൊണ്ടാണ് പറയുന്നത്, തിന്മ ചെയ്യുന്നത് മതിയാക്കുവേൻ, നന്മ ചെയ്യുവേൻ, ആ നന്മ ചെയ്യുവാൻ പഠിപ്പീൻ, ന്യായം അന്വേഷിപ്പീൻ എന്നാണ്. അപ്പൊ ന്യായമായ കാര്യങ്ങൾ അന്വേഷിച്ച് നമുക്ക് സമാധാനത്തോടെ, ദൈവമേ നീ സംസാരിക്കുന്നത് ഞാൻ കേൾക്കുന്നു, ദൈവമേ നിന്റെ ആലോചന ഞാൻ ശ്രദ്ധിക്കുന്നു, ദൈവമേ നിന്റെ കൃപ എൻ്റെ കുടുംബത്തിൽ ആവശ്യമാണ്, എൻ്റെ മക്കൾക്ക് ആവശ്യമാണ്, എൻ്റെ തലമുറകൾക്ക് ആ അനുഗ്രഹം ഏറ്റവും ആവശ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ലോകത്ത് ജീവിക്കുവാനായിട്ട് പഠിക്കണം. നമ്മൾ ഇടപെടുന്ന സാഹചര്യങ്ങൾ ഒത്തിരി ഉണ്ട്. എന്നാൽ ചില അനുഭവങ്ങൾ ചിലപ്പോഴൊക്കെ നമ്മൾ സാമൂഹികമായ അനുഭവങ്ങളിലൂടെ, സമൂഹത്തിലൂടെ പ്രവർത്തിക്കേണ്ട സാഹചര്യങ്ങൾ, നമ്മുടെ ജോലികൾ, അതൊക്കെ നമുക്ക് ചിലപ്പോഴൊക്കെ ആവശ്യമാണ്. പക്ഷേ നമ്മുടെ കടിഞ്ഞാൺ അല്ലെങ്കിൽ നമ്മുടെ ചിന്ത, നമുക്കൊരു കേന്ദ്രം ഉണ്ടായിരിക്കണം. ഒരു വൃത്തം വരച്ചിട്ട് അതിൻ്റെ നടുവിൽ ഒരു കേന്ദ്രബിന്ദു ഉണ്ട് എങ്കിൽ, അത് ശരിയായ രീതിയിൽ ആ കോമ്പസ് ഊന്നി വൃത്തം വരച്ചില്ല എങ്കിൽ ആ ശരിയായി കുഞ്ഞുങ്ങൾക്ക് ആ വൃത്തം വരയ്ക്കുവാനായിട്ട് സാധിക്കുകയില്ല. ഓരോ സമയത്തും ആ കോമ്പസിൻ്റെ ആദ്യമൂന്നിയ ഭാഗം, കേന്ദ്രബിന്ദു ഇല്ലാതെ അതിനെ മാറ്റി മാറ്റി കുറച്ചു ദൂരം വരച്ചു വെച്ചു, അടുത്ത് വീണ്ടും അതിൻ്റെ സ്ഥാനത്തെ മാറ്റം വരുത്തിയാൽ ശരിയായ ഒരു വൃത്തം വരച്ച് ഒരു ജീവിത പൂർത്തീകരണം കൊണ്ടുവരാനായിട്ട് കഴിയുകയില്ല. നിങ്ങളുടെ ജീവിതത്തെ എത്ര വിശാലമായി വളർത്തുവാൻ കഴിയും, അതുപോലെ ഈ ക്രിസ്തുവാകുന്ന കേന്ദ്രത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് മുമ്പോട്ട് യാത്ര ചെയ്യാം. ഒരുപക്ഷെ പിറകോട്ട് കുറെ ദൂരം യാത്ര ചെയ്യാം, വലത്തോട്ട് യാത്ര ചെയ്യാം, ഇടത്തോട്ട് യാത്ര ചെയ്യാം. പക്ഷേ തിരിച്ചു വരവ്, തിരിക്കാനുള്ള ഒരു മനസ്സ് നിനക്കുണ്ടാകണം. ഈ കേന്ദ്രബിന്ദുവിലേക്ക് നീ വരണം. നിന്റെ പ്രാർത്ഥനയും ആരാധനകളും ദൈവികമായ ശുശ്രൂഷകളും ദൈവത്തിലാണ്. എനിക്ക് ഈ ഭൂമിയിൽ ഒത്തിരി സഞ്ചരിക്കാൻ കഴിയും, ജോലിയോടുള്ള ബന്ധത്തിൽ സഞ്ചരിക്കാൻ കഴിയും, പക്ഷെ എൻ്റെ ചിന്ത മുഴുവനും ഈ കേന്ദ്രബിന്ദുവിലായിരിക്കണം. അതല്ലാതെ നമ്മൾ പോകുന്ന വഴി അങ്ങോട്ട് പോയിക്കൊണ്ടിരുന്നാൽ ദൂരക്കാഴ്ചയില്ലാത്ത ആടുകളെ പോലെ ആയിത്തീരും. ദൂരക്കാഴ്ചയില്ലാത്ത ആടിന് സംഭവിക്കുന്നത് എന്താണ്? ഒരാൾ ചാടിയാൽ അതിൻ്റെ കൂടെ അടുത്ത ആടും ചാടും. അതിൻ്റെ കൈയൊടിഞ്ഞോ കാലൊടിഞ്ഞോ അത് ചത്തുപോയോ ഒന്നൊന്നും അറിയാനായിട്ട് സാധിക്കത്തില്ല. നിങ്ങളൊന്ന് കൂട്ടത്തോടെ കുറേ ആടുകളെ നിങ്ങളൊന്ന് വിരട്ടി വിട്ട് നോക്ക്. അത് പോണ പോക്ക് കണ്ടാൽ അതിങ്ങനെ പോയിട്ട് ഏതെല്ലാം കുഴിയുണ്ടോ അവിടെ ചെന്ന് വീഴും. അടുത്തും ചെന്ന് വീഴുന്നത് അവന് ദൂരക്കാഴ്ചയില്ല, അവൻ ചിന്തിക്കുന്നില്ല. മനുഷ്യനിങ്ങനെ ലോകത്തിലേക്ക് വീണുകൊണ്ടിരിക്കുന്നു, അടിയിൽ കിടക്കുന്നത് ചത്തുകൊണ്ടേയിരിക്കും. കാരണം ഇങ്ങനെ മേളിൽ ഓരോന്നും ചെന്ന് ആ കുഴിയിലേക്ക് വീണുകൊണ്ടിരിക്കും. അതുകൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതം ദൂരക്കാഴ്ചയുള്ളവരായി തീരണം. കർത്താവ് ദൂരക്കാഴ്ചയില്ലാത്ത അല്ലെങ്കിൽ ചിന്തിക്കാൻ കഴിയാത്ത 99 ഈ ഭൂമിയിൽ വിട്ടിട്ട് ഒരാളിന് വേണ്ടി കർത്താവ് കടന്നുപോയവനാണ്. അതുകൊണ്ട് ഇന്ന് രാവിലെ സമയം ഏതെങ്കിലും വ്യക്തികൾ ദൈവത്തിൽ നിന്ന് അകന്നു പോയിരിക്കുന്നെങ്കിൽ തിരിച്ചു വരുവാൻ ദൈവത്തിൻ്റെ വചനം ആഹ്വാനം ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ പോയ ആടിനെ വിളിക്കുന്നു, നീ എവിടെയാണ്? നിന്റെ അവസ്ഥ എന്താണ്? നിന്റെ ചിന്ത എന്താണ്? നമുക്കറിയാം, ഒരു ആട് എവിടെയെങ്കിലും കുടുങ്ങിക്കഴിഞ്ഞാൽ ആദ്യം അറിയുന്നത് ആരാണ്? നമ്മളെ വീട്ടിലുള്ള ഒരു കുറച്ച് ആടുകൾ നമ്മൾ തോട്ടത്തിൽ കൊണ്ടാക്കി, ഒരാട് കാണാനില്ല.
പക്ഷെ അത് എവിടെയോ കിടന്ന് നിലവിളിക്കുക. പക്ഷെ ആദ്യം കാണുന്നത് ആരായിരിക്കും? യജമാനനാണോ അതെ ചെന്നായാണോ? ദൈവം കാണുമോ? ഉടമസ്ഥൻ കാണുമോ? ചെന്നായി കാണുമോ? ആര് കാണും? ആരാ കാണുന്നത്? മനസ്സിലായില്ല. ഒരാട് വളരെ ദൂരെ ചെന്ന് കുടുങ്ങിപ്പോയി. അതിങ്ങനെ നിലവിളിക്കുമ്പോൾ ആദ്യം കാണുന്നത്, ആ നിലവിളി കേൾക്കുന്നത് അതാരായിരിക്കും? ചെന്നായാണോ? ദൈവമാണോ? ഉടമസ്ഥനാണോ? കാണുമോ? ഇല്ല, ചെന്നായി കണ്ടിട്ട് ദൈവം കാണത്തുള്ളൂ. കാരണം അവൻ്റെ വിളിയുടെ ശബ്ദം അങ്ങ് സ്വർഗത്തിൽ എത്തിയില്ല. പക്ഷെ അവൻ അവിടെ കിടന്ന് വിളിക്കുക. ആദ്യം ആ ശബ്ദം കേൾക്കുന്നത് ചെന്നായ. അവനിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ മാത്രമേ ആർക്ക് കഴിയത്തുള്ളൂ? ദൈവത്തിന് കഴിയത്തുള്ളൂ, അല്ലെങ്കിൽ വീട്ടുടമസ്ഥന് കഴിയത്തുള്ളൂ. ഒരുപക്ഷെ നമ്മൾ ഓടി അവിടെ ചെല്ലുമ്പോൾ ചെന്നായി കൊണ്ടുപോയിരിക്കും. അതുകൊണ്ട് കൂട്ടം തെറ്റി ഒരു വ്യക്തി ദൈവത്തിൽ നിന്ന് അകന്നു പോയാൽ ആദ്യം കാണുന്നത് ആരാണ്? അന്ധകാര ശക്തിയാണ് ആദ്യം. പക്ഷെ അവിടെ നിന്ന് അവൻ തിരിച്ചു വരണം. അവൻ കൂട്ടം തെറ്റിയ സ്ഥാനത്ത് നിന്ന് തിരിച്ചു വരണം. അതിനുവേണ്ടി നമ്മൾ ചിന്തിക്കണം. എനിക്കൊരു സ്ഥലമുണ്ട്, എനിക്കൊരു വീടുണ്ട്, എനിക്കൊരു ആരാധന സ്ഥലമുണ്ട്, എനിക്കൊരു കേന്ദ്രബിന്ദുവുണ്ട്. അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. നമുക്ക് ദൂരക്കാഴ്ച ഉള്ളവരാണ്. ആടിന് ദൂരക്കാഴ്ചയില്ല. അതുകൊണ്ടാണ് അവനെ ചെന്നായി പിടിച്ചത്, അല്ലേ? വഴിതെറ്റിപ്പോയ കോഴികൾ അല്ലെ പല കൂടുകളിലും അണയാറുണ്ട്. അതിനെ പിന്നെ ഒരു പക്ഷേ 2 ദിവസം കണ്ടില്ല എങ്കിൽ അത് ചെന്നായി കൊണ്ടുപോകും. പക്ഷേ നമുക്ക് തിരിച്ചറിവുണ്ട്. ഞാൻ ആരാണ്? ഞാൻ യേശുവിൻ്റെ പൈതലാണ്. എനിക്കൊരു കേന്ദ്രമുണ്ട്, എനിക്കൊരു ഉറപ്പുണ്ട്. ഞാൻ ദൈവത്തിൻ്റെ പൈതലാണ്. അതുകൊണ്ട് ദൈവമേ, എന്നെ ഈ ലോകത്തിൽ കൊണ്ടുപോകുവാൻ ഇടവരുത്തരുതേ എന്ന്, തകർന്നു പോകരുതേ എന്ന്, എൻ്റെ കുടുംബം നശിച്ചു പോകരുതേ എന്ന്, എൻ്റെ മക്കൾ നശിച്ചു പോകരുതേ എന്ന് ഹൃദയംഗമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവിടെയാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം, അവിടെയാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം. ഈ പകൽക്കാലം ബൈബിൾ പറയുന്നു, നീതി ഉള്ള രാജാവിൻ്റെ പ്രവചനം നമുക്ക് ശ്രേഷ്ഠമായി തീരുമ്പോൾ എൻ്റെ കഷ്ടപ്പാടുകൾ, എൻ്റെ രോഗങ്ങൾ ഇതെല്ലാം ഒരു ഭാഗത്ത് കിടന്നോട്ടെ, പക്ഷേ നമ്മുടെ പ്രശ്നങ്ങൾ അവിടെ കിടന്നോട്ടെ. ഞാൻ തിരിച്ച് എൻ്റെ യേശുവിൻ്റെ അടുത്തേക്ക് ഞാൻ വരും. ഞാൻ എൻ്റെ യേശുവിൻ്റെ അടുത്തേക്ക് വരും, മടങ്ങി വരും. ഒരു അപ്പന് 2 മക്കളിൽ ഒരാൾ, അവന് സുബോധം വന്നപ്പോൾ, അല്ലേ, സുബോധം വന്നു. എപ്പോഴാ സുബോധം ഉണ്ടായത്? അവന് ഒട്ടിയ വയറുണ്ടായി, അവന് കീറിപ്പറിഞ്ഞ വസ്ത്രമായി, അവനെ ആരും തിരിഞ്ഞു നോക്കാൻ കഴിയാതെ വന്നു. പന്നികൾക്ക് കിട്ടുന്ന ഭക്ഷണം പോലും അവന് കിട്ടിയില്ല. അവൻ നിരാശപ്പെട്ടു. അപ്പോഴാണ് അവന് സുബോധം വന്നത്. ഞാൻ ഈ ലോകത്തിലേക്ക് ഇറങ്ങുമ്പോൾ എനിക്ക് സുബോധമുണ്ടാകണം. നമ്മൾ സുബോധമില്ലാതെ ലോകത്തിലേക്ക് ഇറങ്ങിയാൽ നമ്മളെ ആ വഴിയെ കൊണ്ടുപോകും. പിന്നീട് നമ്മുടെ ജീവിതത്തിന് പരാജയം സംഭവിക്കും. അതുകൊണ്ട് യേശു ക്രിസ്തുവിനാൽ ക്ഷണിക്കപ്പെട്ട ദൈവത്തിൻ്റെ മക്കളോട് പറയുന്നു, നിങ്ങൾക്കൊരു കേന്ദ്രബിന്ദുവുണ്ട്. നിങ്ങളെ കാണുന്ന ഒരു ദൈവമുണ്ട്, നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്, നിങ്ങൾ ആപത്തിൽപ്പെടാതിരിക്കുവാൻ നിങ്ങളെ കരുതുന്ന ഒരു ദൈവമുണ്ട്, നിങ്ങളുടെ കാലിൽ മുള്ളുകൊള്ളാതെ സൂക്ഷിക്കുന്ന ദൈവമുണ്ട്, നിങ്ങളുടെ കുടുംബം തകർന്നു പോകാതിരിക്കുവാൻ കരുതുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങൾ രുചിച്ചറിയണമെങ്കിൽ ദൈവത്തെ ആരാധിക്കണം. ദൈവത്തെ ആരാധിക്കണം, സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കണം. അവനെ ആരാധിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിന് മാറ്റം തുടങ്ങും. അതുകൊണ്ട് നമ്മുടെ ദേശത്തിന് മാറ്റമുണ്ടാകട്ടെ, ഈ ലോകത്തിന് മാറ്റമുണ്ടാകട്ടെ. നമ്മുടെ ആത്മീയ കൂട്ടായ്മകളും നമ്മുടെ തലമുറകളും ശ്രേഷ്ഠമായി കരുതണം. നമ്മുടെ കുഞ്ഞുങ്ങൾ സൺഡേ സ്കൂൾ പഠിക്കണം, അല്ലേ? കഴിയുന്നതും എല്ലാ ആരാധനകളിലും പങ്കെടുക്കണം. പരീക്ഷയൊക്കെ വരട്ടെ, പരീക്ഷ ഉണ്ടാകട്ടെ, പരീക്ഷ വേണം. അതിൻ്റെ ഇടയിൽ പരീക്ഷയ്ക്ക് പഠിക്കണം, നല്ല കുഞ്ഞുങ്ങളായി തീരണം, അതിനുവേണ്ടി അനുഗ്രഹിക്കപ്പെട്ട മക്കളായി തീരണം. അതുകൊണ്ട് ഈ ജീവിതമാകുന്ന ഈ വൃത്തത്തിനുള്ളിലേക്ക് വരുമ്പോൾ ആ കേന്ദ്രബിന്ദു യേശു ക്രിസ്തുവാണ്. ആ യേശു ക്രിസ്തുവിലൂടെ മാത്രമേ എനിക്കൊരു നന്മ അനുഭവിക്കാൻ കഴിയത്തുള്ളൂ. എൻ്റെ കുടുംബത്തിലൊരു അനുഗ്രഹം വേണമെങ്കിൽ യേശു ക്രിസ്തു എൻ്റെ ഹൃദയത്തിലേക്ക് വരണം. അതിനുകൊണ്ട് കർത്താവേ, ഞാൻ നിൻ്റെ പാദപീഠത്തിലേക്ക് വരും. അവിടുത്തെ സ്നേഹവും കരുതലും അനുഭവിപ്പാൻ എന്നെ സഹായിക്കണമേ എന്നുള്ള നല്ല പ്രാർത്ഥന നമുക്കുണ്ടാകട്ടെ. അതിനായി സർവശക്തനായ ദൈവം നിങ്ങളെല്ലാവരെയും കരുതട്ടെ,
നിങ്ങളുടെ കുടുംബങ്ങളെ ദൈവം സുരക്ഷിതമായി കരുതട്ടെ. നിങ്ങളുടെ മക്കൾ നന്നായിരിക്കട്ടെ. അവരെ ഈ ലോകത്തിലേക്ക് ഇറങ്ങി തിരിച്ച് ചെന്നായ്ക്കൾ കൊണ്ടുപോകാതിരിക്കുവാൻ, ഈ ലോകത്തിൽ നാശത്തിലേക്ക് വീണു പോകാതിരിക്കുവാൻ, യേശുക്രിസ്തുവാകുന്ന കേന്ദ്രബിന്ദുവിലേക്ക് വരുവാനായിട്ട് ബൈബിൾ പറയുന്നു. അവനെ ഈ ലോകത്തിൽ കർത്താവിനെ സ്നേഹിച്ച് അവൻ്റെ പാദപീഠത്തിലിരുന്ന് ദൈവികമായ സന്തോഷവും സമാധാനവും അനുഭവിക്കുവാൻ നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തേശുവിങ്കൽ കാക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് ഈ അവസരത്തിൽ ധർമ്മശേഖര വാക്യങ്ങൾ ഒരുമിച്ച് പറയാം.